ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പേരമരമാണ് കേട്ടോ. കുറച്ച് കായകൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും എടുക്കുക കേട്ടോ. എന്നാ മൂത്തതൊക്കെ പറിച്ചു പോയി, ഇനി കുറച്ചുണ്ട്, അതെടുത്തുകൊണ്ടിരിക്കുക. മൂത്ത് തുടങ്ങി, പകുതി മൂത്ത്, ഇതൊന്നും വെച്ചേക്കില്ല. ഉണ്ടോ, ഇതൊക്കെ ഭാഗ്യം പോലെ കിട്ടുന്നതാ. കുരങ്ങന്മാർ വെക്കില്ല ഞങ്ങൾക്ക്. ഒരു 100 എണ്ണം ഉണ്ടായാലും ഒരു 20 എണ്ണം ഞങ്ങൾക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മുരിങ്ങ മരമുണ്ട്, എല്ലാം കൂടിയാണ്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഒരു സാധനം പച്ചക്കറിയൊന്നും ഞങ്ങൾക്ക് കിട്ടൂല. പിന്നെ ഇങ്ങനെ വല്ല പിന്നെ ചെറുനാരങ്ങയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. മുരിങ്ങ ആകാശം വരെ പന്തലിച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ കുരങ്ങന്മാർ കയറിയിട്ട് കമ്പ് മുഴുവൻ പൊട്ടിച്ചിടും. അത് ഈ പറഞ്ഞ പോലെ ഭാഗ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കിട്ടും. അത്യാവശ്യം വേണ്ട സാധനമൊക്കെ പറമ്പിലുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് കിട്ടൂല എന്നുള്ളൂ. ഓറഞ്ച് മരം ഉണ്ട്, പക്ഷെ ഒരു ഓറഞ്ച് ഉണ്ട് അതിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ ഓറഞ്ച് ഉണ്ട്, അതും കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. ചെറുനാരങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല, ചെറുനാരങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം പുതിയ ഈ വർഷത്തെ 3ാമത്തെ കായ്ക്കലാണിത്. പഴുത്തത് കുറേ ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു. ഇപ്പം കണ്ടോ, പിന്നെ ഉള്ളത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് കണ്ടോ, നല്ലോണം പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം വേണം നിങ്ങൾക്ക് കാണാം, ഒരു വലുത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഡ് കാരണം വെയിലിൽ. ഇത് ലച്ചിമരം, ഇതിൽ കായ്ച്ചിട്ടില്ല, കമ്പ് പൊട്ടിച്ചു കൊടുത്തതാണ്. അത് കാരണം പടർന്നുണ്ടാവാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചു കൊടുത്തിരിക്കുക, അതുകൊണ്ട് ആയിട്ടില്ല കേട്ടോ. അടുത്ത വർഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ ചക്ക 3-4 ചക്ക ഉണ്ടായിരുന്നു, ചക്കയൊക്കെ തീർന്നു. ഈ സീസണിൽ ഞങ്ങളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ചക്ക. അതെ, ഞങ്ങളിവിടെ മാത്രമേ ഉള്ളൂ ഒരൊറ്റ ചക്കയുള്ളത്, വേറെ ഏരിയയിലൊരു ചക്ക ഇല്ല കേട്ടോ. പിന്നെ കാണിക്കാൻ പോണത് ഞങ്ങളുടെ കൃഷിസ്ഥലമാണിത് കേട്ടോ. കണ്ടോ, കാപ്പിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, കാപ്പിക്കുരുവൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങളെ കുരുമുളകും തോട്ടം, ഏക്കർ ഇറങ്ങുന്ന എസ്റ്റേറ്റാണ്, കുരുമുളകും തോട്ടമാണിത്. തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. കണ്ടോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ, അത്രയേ ഉള്ളൂ. ഇതിലൊക്കെ ഇത്തവണ കുരുമുളക് കുറവാണ് എല്ലാത്തിലും. തെങ്ങിലൊക്കെ നോക്കണ്ട കേട്ടോ, തെങ്ങിലൊക്കെ മലയെണ്ണാൻ ഇഷ്ടം പോലെ കയറി പ്രയോഗം നടത്തുന്ന. മഞ്ഞളും തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു നടത്തമാണ് കേട്ടോ. ഉള്ളിൽ കൂടെ ഞങ്ങളെ മഞ്ഞൾ കൃഷി, ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ ഇതിനകത്ത് കിട്ടും. ഇത് ബെറി ആപ്പിള്, ഞങ്ങൾ നട്ടിട്ട് 4 വർഷം കഴിഞ്ഞു. ഉണ്ടാവും, ഇത്ര നീളം വെക്കും, പൊട്ടിപ്പോവും, പിന്നെ ഉണ്ടാവും. വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു ആപ്പിൾ ചെടിയായത്. ഇത് ഞങ്ങളെ പുളിമരം, വലിയ മോശയിലാണ് ഉണ്ടാവണ പുളിയാട്ടോ, നിറച്ചുണ്ടാവാൻ. ഇത് ഈ പറഞ്ഞ പോലെ 4-5 കൊല്ലമായി പുളി, ഇതുവരെ കായ്ച്ചിട്ടില്ല.
ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ച് കൊണ്ടു നടക്കുക. എന്തെങ്കിലും ഒരു കായ്ക്കുന്നുള്ള പ്രതീക്ഷയല്ലേ. ഇത് ഞങ്ങളെ കാന്താരി മുളക്. ഇതിൽ എല്ലാ സമയത്തും കായ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞ് ഞങ്ങളെല്ലാം പറിച്ച് ഉപ്പിലിട്ട് വെച്ച് കാന്താരി. ഇത് പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ അങ്ങ് പൊടിച്ചോളും. അത് പിന്നെ ഒന്നും കൊണ്ടുപോകില്ല, കിളികൾ കൊത്തി തിന്നുന്നല്ലാതെ. ഇതാ ഞങ്ങൾ തൊട്ടടുത്തടുത്ത് ഇഷ്ടംപോലെ കാന്താരി എപ്പം പറമ്പിൽ നിറച്ചുണ്ടാവും. ഇത് ഇപ്പം കായ് ഒരു തവണ ഞങ്ങൾ പറിച്ച് കഴിഞ്ഞു. പറിച്ചിട്ട് ഞങ്ങൾ വിനാഗിരി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് എടുത്ത് വെക്കും. കുറേ നാൾ നിന്നോളുന്നത്. ആവശ്യത്തിനെടുത്ത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കാന്താരി കുറേ ഉണ്ട്. അത് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ മര്യാദയ്ക്ക്. ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് കാണുന്നുണ്ടോ? ഒരൊറ്റ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതാ കാണുന്നത്. നല്ല വലിപ്പമുള്ള പാഷൻ ഫ്രൂട്ട്, നല്ല മധുരമുള്ളത്. പാഷൻ ഫ്രൂട്ട് പിന്നെ സ്ഥിരം ഇവിടെ ഉണ്ടാവും. ഉണ്ടോ പന്തൽ ഇങ്ങനെ ഉണ്ടായിരിക്കുക. അത് പിന്നെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് അതാ പഴുത്തതുണ്ട്. അതിൽ പഴുത്തൊക്കെ പറിച്ചു പോയിട്ടോ. ഞങ്ങൾ ആന്നാന്ന് പറിച്ച് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങൾ വിൽക്കും. അത്രയ്ക്ക് ഉണ്ടാവും. ഈ വലിയ മര പടർന്ന് കിടക്കുന്ന മരം ഉണ്ടോ അവിടെ എല്ലാത്തിലും. ഇപ്പം ഉണ്ടായി തുടങ്ങിയുള്ളൂ. കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ കർമൂസ നിങ്ങളുടെ പല നാട്ടിൽ പല പേര് പറഞ്ഞാൽ പപ്പായ അറിയും, കപ്പളങ്ങ അറിയും. നമ്മളിവിടെ ഇത് ഗുണ്ടൽപ്പേട്ടയിൽ നിന്ന് ഞങ്ങൾ പോയപ്പം അവിടെയുള്ള ഈ ചെറിയ സൈസ് കർമൂസയില്ല, ഉള്ളം കർമൂസയില്ല, അത് കൊണ്ടുവന്നത് ഞങ്ങൾ കേട്ടോ. അതാണിത്. അത് കായ്ക്കാനാവുന്നേ ഉള്ളൂ. ഇപ്പം അടുത്ത് പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്നതാ. ഇതിൽ 5-6 തൈ ഉണ്ട്. അടുത്ത പ്രാവശ്യം ഇതിൽ കായ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇട്ട് തരും കേട്ടോ. പിന്നെ ഇതാണ്ട് ബട്ടർ ഫ്രൂട്ട്. അത് കായ്ച്ച് ഉണങ്ങാനായിട്ടുള്ളൂ. ബട്ടർ ഫ്രൂട്ട് കഴിഞ്ഞ ഇപ്പം കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട്. വേഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു അധികം വൈകാതെ അത് ഉണ്ടാകും, നല്ല ലക്ഷണമുണ്ട്. ഇത്രയാണ് ഞങ്ങളെ ചെറിയ കൃഷി. ഞങ്ങൾക്കാവുന്ന പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.